കൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ ജീവിതം സാക്ഷി. സുദർശനന്റെ പെങ്ങന്മാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. താഹിറയ്ക്ക് സഹായത്തിന് ബന്ധുക്കളില്ല, പക്ഷെ ആരോരുമില്ലാത്തവർക്ക് ചിലപ്പോൾ ദൈവം തന്നെ താങ്ങായേക്കാം. നിങ്ങളെ ഏൽക്കാൻ തയ്യാറായിരുന്നു ആണോ? എന്നെ വെച്ച് കാശുണ്ടാക്കാവല്ലേ? അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്റെ കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ ഷംനാദിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ വാങ്ങിക്കാം എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് പറയട്ടെ. അങ്ങനെ ഇയാളെ വേണ്ടെന്ന് വെക്കാൻ കാരണം എന്താ? ഇപ്പൊ ഇതൊക്കെ എന്ത് കണ്ടാലും പ്രതികരിക്കത്തുമില്ല. നമ്മൾ അവർക്ക് വഴങ്ങി കൊടുത്താലും പ്രശ്നമില്ല. അയാള് ചാടി അടിയിച്ച് അങ്ങ് പിടിയിപ്പിച്ച് എന്നിട്ട് പറഞ്ഞു ചെയ്തെന്ന് ശരിയുള്ള കാര്യം. പൈസ ചോദിച്ചിട്ടുണ്ടോ? 1 കോടി പോയിട്ട് 1 കോടി രൂപ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ? ആണോ? ഇല്ല. എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട്? അതെനിക്കറിയില്ല കറക്റ്റായിട്ട്. അതെങ്ങനെ കൊടുക്കും? അതിനെ ചെലവാക്കി കാണില്ലേ? നിങ്ങൾ അയക്കുന്ന കാശ് എണ്ണി 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 5 വയസ്സ് വരെ ഒരു മകനെ LKGക്ക് വിടണ്ടേ മാഡം? ഏത് പുറമ്പേക്ക് കിടക്കുന്ന ആൾക്കാരും ചെയ്യില്ലേ? 5 വയസ്സ് മകൻ നിങ്ങളെ കൂടെ ആണെന്നില്ലേ പറയുന്നത്? അതിപ്പോ വന്നപ്പോഴും ഇപ്പോഴും വന്നപ്പോഴും 2 വർഷമായിരുന്നില്ലേ നിങ്ങളൂടെ? ഉമ്മയുടെ പേര് പൈസ അയച്ചത് ഞാൻ തരണോ? ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത് അനുഭവിക്കുന്നത്. ഇപ്പൊ നിനക്ക് അവിടെ 2 കുട്ടികൾ, ആദ്യം പ്രസവിച്ച കുട്ടിയില്ല, 5-8 പ്രസവം, 5-6 ഓപ്പറേഷൻ, 5-6 കുട്ടികൾ, ആരുമില്ല. ഞാൻ മാത്രം. ശ്രീലങ്ക പാകിസ്ഥാനിലൊക്കെ പ്രശ്നം, എന്നെ വേണ്ട. ഇതാണ് ഒരു ജീവിതം. ഈ 2.5 വർഷമായിട്ട് അന്നേരം കുട്ടികളെ ഒന്നും കാണാൻ പോയില്ലേ? എന്ത് കാരണത്തിലാണ്? ഇത്രയൊക്കെ സഹായിച്ച ഒരാളാണ്. എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ ആദ്യത്തെ പിള്ളേരെയും നോക്കി എന്ന് വെച്ചാൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് ഇനി ഒരാളുമായിട്ട് ബന്ധം പുലർത്താൻ എന്താ കാരണം? ഭാര്യ തന്നെ എത്രയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളിലൂടെ ജീവിക്കാൻ പാടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞ് നിങ്ങൾക്ക് ആരുമില്ല അല്ലേ? കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഞാൻ പ്രദാനം ചെയ്യുന്ന വാർഡിൽ താഹിറ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഒന്ന് വാടക വീട്ടിൽ താമസിക്കുകയും അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സുദർശൻ എന്ന് പറയുന്ന ഒരാൾ എന്നെ വന്ന് കാണുകയും എൻ്റെ ഭാര്യയാണ് താഹിറ എന്ന് പറയുകയും ഞാൻ ഈ 2 കൂട്ടുകാരെയും കൂടെ ഒരു വീട്ടിൽ വിളിച്ചു കൂട്ടി സംസാരിക്കുകയും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ആദ്യത്തെ ഭർത്താവാണ് സുദർശനെന്നും എന്നാൽ അതിനുശേഷം ഒരു കുറച്ച് നാളോട്ട് ബന്ധം പിരിഞ്ഞു നിൽക്കുകയും ഈ താഹിറായിക്ക് വേറൊരു ഭർത്താവുണ്ടെന്ന് പറയുകയാണ് ഞാൻ അറിഞ്ഞത്. എന്തിനാ നിങ്ങൾ ഈ ഷംനാദുമായിട്ടുള്ള ബന്ധം? അത് മാത്രമാണ് അവിടെ മാത്രമാണ് നിങ്ങൾ അയാളുമായിട്ടുള്ള ബന്ധം. അതാണ് ഇവിടുത്തെ പ്രസക്തി. അത് മാത്രമാണ് ഒരു കറുത്ത പുള്ളിയായിട്ട് നിൽക്കുന്നത്. ഒരു അബദ്ധം പറ്റി പോയതാണോ അത്? പിന്നെ എങ്ങനെയാണ് ഇവര് ഒന്നിച്ചെന്നും അറിയത്തില്ല. ഇവര് വരുന്ന മുമ്പ് ശ്രീലങ്ക പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, ഒരു കൊച്ചുണ്ടെന്നൊക്കെ പറയുന്നല്ലോ. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് അല്ലേ? ഇല്ല, ഞങ്ങളുടെ അണ്ണൻ അങ്ങനെ ഒരു വഴിയാതരായി ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. ഇത് തന്നെ ഞങ്ങൾക്ക് ഒരു സ്തംഭനാവസ്ഥയായിരുന്നു. 2 കുട്ടികൾ ഉള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഇല്ല, കല്യാണം കഴിച്ചുള്ളത് അറിയത്തില്ല. എന്നും രാത്രിയാകുമ്പോൾ കിടക്കാൻ നേരത്തെ ഒരു ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കുമ്പോ അതിൽ 2 ആൺകുട്ടികൾ ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് അതിന് ഉമ്മ വയ്ക്കും കേട്ടോ. എന്റെ ചെയ്തിട്ടില്ല. ദൈവസാക്ഷിയായിട്ട് അങ്ങനെ പറയുന്നെങ്കിൽ അതിന്റെ ശിക്ഷ ദൈവ ഈശ്വരൻ കൊടുത്തു. എന്തൊക്കെ കഥ പറയും? നിങ്ങളൊരു നല്ല ഒരു സ്ക്രീൻ പ്ലേ എഴുതാൻ പറ്റിയ ഒരാളാണെന്ന് അറിയാം. കാരണം മുസ്ലിം ആയിരുന്നു, പിന്നെ വന്ന് ഈ ഒരുങ്ങി പോകുന്ന ശരിയല്ലെന്ന് വെച്ചാൽ മറ്റുള്ള ആണുങ്ങളെ കാണുമ്പോൾ ഭയങ്കര കമ്പമാണ്. അത് തന്നെ കാര്യം. ആമ്പിള്ളേരുടെ ഫോട്ടോ കാണിച്ചില്ല? അത് ഇവളായിരുന്നോ? അത് അവളുടെ പിള്ളേരായിരുന്നു എന്ന്. അപ്പൊ നിനക്ക് താഹിരയോട് എന്നോട് കള്ളം പറഞ്ഞു എന്നൊരു ദേഷ്യം തോന്നിയില്ലേ? തോന്നിയായിരുന്നു. പോയി ചോദിച്ചു താഹിറ എന്താ മറച്ചു വെച്ച പറയാൻ എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ പറഞ്ഞേക്ക അത് പ്രശ്നമാവെന്ന് വിചാരിച്ച് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് വേറെ ഒരാളോട് പോയി കൊച്ചു വേറെ ഒന്നും വേണ്ട, എങ്ങനെങ്കിലും ജീവിതം ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി. സഹോദരി പറയുന്ന കേക്ക് ഞാൻ കൊടുത്ത എന്റെ അനുഭവിച്ചിട്ടിരിക്കുന്ന നമ്മുടെ വീട്ടു സാധനങ്ങൾ